ഇത് CPM ഞാൻ പറയാം CPM കാരവര് ഇവർ മൊത്തം CPM കാരാ ഇവിടെ വന്ന് വഴക്കുണ്ടാക്കിയത് അടിയുണ്ടാക്കിയത് CPM കാരാ വേറെ ആരല്ല പൈസ അല്ല ഇവർക്ക് വേണം എന്തെങ്കിലും ഒരു ഇത് വേണം പൈസ കൊടുത്തില്ല ഇല്ല പൈസ ചോദിച്ചിട്ടില്ല ഈ പൈസ ഞങ്ങൾ മേടിച്ചു പൈസ ഞങ്ങൾ പന്തലിട്ട് കൊടുത്തത് വേറെ ആളാ ഈ സമരം ഇവിടെ നിന്ന് വഴിമാറി പോവില്ല വഴിമാറി ഒരു കാലം പോവില്ല രാജിവെക്കണം മാറുന്നെന്ന് ഞാൻ പറഞ്ഞില്ല ഞങ്ങൾക്ക് പിന്തുണ വേണം പക്ഷെ നിരാകാരം വേണ്ടെന്ന് ഞാൻ പറഞ്ഞത് ഏത് ഘട്ടത്തിലല്ല ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഗോമതിയുമായി ഇപ്പോൾ നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞു. അവർ പറയുന്നത് CPM പ്രവർത്തകരാണ് ഈ ചെറിയ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതിനിടയിൽ പന്തലിലേക്ക് തള്ളിക്കയറിയതെന്നാണ്. CPM പ്രവർത്തകരാണ് പന്തൽ പൊളിക്കാൻ ശ്രമിച്ചത്. എന്നാൽ സമരം ശക്തമായി തന്നെ തുടർന്ന് നേരിയൊരു ആശയക്കുഴപ്പം ഇരുവർക്കും ഇടയിൽ ഉണ്ടായിരുന്നു. നിരാഹാര സമരം ആം ആദ്മി പാർട്ടി നടത്തുന്നതിനോട് ഇവർക്ക് യോജിപ്പുണ്ടായിരുന്നില്ല. നിരാഹാര സമരം പെണ്ണുരുമ മാത്രം നടത്തിയാൽ മതി. നേരത്തെ പെണ്ണുരുമ സമരത്തിന്റെ വില നഷ്ടപ്പെടുന്നു എന്ന ആശങ്ക അവർ പ്രകടിപ്പിച്ചിരുന്നു. ആം ആദ്മി പാർട്ടി നിരാഹാരം കിടക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ച് നേരിയ ഒരു ആശയക്കുഴപ്പം ഇരുവർക്കുമിടയിൽ ഉണ്ടായിരുന്നു. ഇത് പരിഹരിക്കുന്നതിനിടെ ആം ആദ്മി പാർട്ടി ചർച്ച നടത്തുന്നതിനിടയിലാണ് പ്രശ്നമുണ്ടായത്. ഈ പ്രശ്നത്തിനിടെ ഒരു വിഭാഗം ആളുകൾ CPM പ്രവർത്തകരെന്ന് ആം ആദ്മി പാർട്ടി ആരോപിക്കുന്ന പ്രവർത്തകർ സംഭവസ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. അവർ ഇടപെട്ടുകൊണ്ട് പന്തൽ പൊളിക്കുന്നതിന് സമരം അവസാനിപ്പിക്കുന്നതിന് ചില നിലപാടുകൾ സ്വീകരിക്കുന്നു. പുറത്തുനിന്ന് വന്ന ആം ആദ്മി പാർട്ടി ഇവിടെ സമരം നടത്തേണ്ട എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത്. എന്നാൽ സ്ത്രീജനങ്ങൾ സമരം നടത്തുന്നതിനെ അവർ എതിർത്തുമില്ല. എന്നാൽ ജാക്കറ്റിന്റെ വ്യക്തിയടക്കം ദൃശ്യങ്ങൾ കാണുന്ന ജാക്കറ്റിന്റെ വ്യക്തിയടക്കം ഈ പൊമ്പളയൂരുമായി സമരത്തിന് പിന്തുണയുള്ളവരാണോ അതോ പുറത്തു നിന്നുള്ളവരാണോ അവർ തിരിച്ചുകൊണ്ടുവന്ന നിലപാട് സ്വീകരിച്ചതേ തുടർന്ന് പോലീസും ആം ആദ്മി പ്രവർത്തകരും തമ്മിൽ പ്രശ്നമുണ്ടാക്കാനെത്തിയ ആളുകളുമായി ഇപ്പോഴും തർക്കം തുടരുകയാണ്. പന്തൽ പൊളിക്കുന്ന സ്ഥിതിയിലേക്ക് തന്നെ പോകുന്നു. 3 റെസ്റ്റേഡ് നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. വനിതാ പോലീസ് സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല എന്ന ആം ആദ്മി പ്രവർത്തകർ ഇതിനിടെ ആം ആദ്മി പ്രവർത്തകർ പ്രശ്നമുണ്ടാക്കാനെത്തിയ ആളുകളെ നേരിടുന്ന സ്ഥിതിയുമുണ്ടായി. ഇപ്പോൾ സംഘർഷം തുടരുകയാണ്. പന്തൽ പൊളിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ പോലീസ് ഇടപെട്ട് അവസാനിപ്പിക്കുന്നുണ്ട്. ഇരു വിഭാഗം പ്രവർത്തകരും തമ്മിലുള്ള വാക്കുതർക്കം ഇപ്പോഴും തുടരുകയാണ്. നേരിയൊരു ആശയക്കുഴപ്പം മുതലാക്കാൻ CPM പ്രവർത്തകരാണ് ശ്രമിച്ചതെന്ന് പെണ്ണുരുമ ആരോപിക്കുന്നു. രണ്ടുപേരുടെ പേരുകളും ഈ ആരോപണത്തിനിടയിൽ അവർ ഉന്നയിക്കുന്നുണ്ട്. നേരിട്ട് അറിയാവുന്ന CPM പ്രവർത്തകരാണ് ഈ പ്രശ്നത്തിന് ഇടയിൽ എന്ന നിലപാടാണ് പെണ്ണുരുമ സ്വീകരിച്ചത്. പന്തൽ പൊളിക്കുന്നതിനുള്ള ശ്രമം എന്നാൽ പോലീസ് നാമമാത്രമായിട്ടാണ് ഉള്ളത്. ഇവർക്ക് ഇപ്പോഴുള്ള അവസ്ഥ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. കൂടുതൽ പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. സ്ത്രീകൾക്ക് സമരം ചെയ്യാൻ ഇവിടെ അവകാശമുണ്ട്. എന്നാൽ അവരെ പിന്തുണച്ചുകൊണ്ട് ഇവിടെ പാർട്ടി കെട്ടിപ്പടുക്കാൻ ആം ആദ്മി ശ്രമിക്കേണ്ട എന്ന നിലപാടുമായാണ് ഒരു കൂട്ടം ആളുകൾ സംഭവ സ്ഥലത്തേക്ക് എത്തിയത്. കൂടുതൽ പോലീസ് ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് വരുന്നു. ആദ്യഘട്ടത്തിൽ പന്തൽ പൊളിക്കാൻ ശ്രമിച്ച ചിലരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിരിക്കുന്നു. ആം ആദ്മി പ്രവർത്തകർ ഇപ്പോൾ ഗോബാക്ക് മുദ്രാവാക്യവുമായി രംഗത്ത് എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് പോലീസ് കാത്തിരിക്കുന്ന പോലീസ് ബലവട്ടമായി നൽകുന്നുണ്ട്. എന്നാൽ സംഘർഷം ഇപ്പോഴും തുടരുകയാണ്. ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും പന്തൽ പൊളിക്കണമെന്ന നിലപാടിൽ തന്നെ തുടരുകയാണ്. കോമഡിയുമായി സംസാരിക്കുമ്പോൾ ഈ സമരം ഒരുമിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. നിരാഹാരം അവർ കിടക്കേണ്ടതില്ല എന്ന നിലപാട് ആം ആദ്മി കിടക്കേണ്ടതില്ല എന്ന നിലപാട് മാത്രമാണ് തങ്ങൾക്കുള്ളതെന്ന് പറയുന്നു. സമരം എത്ര ശക്തമായി മുൻപോട്ട് പോകും. ഇവിടെ CPM പ്രവർത്തകർ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത്. എന്തായാലും ഇരു വിഭാഗവുമായി ഇപ്പോഴുള്ള പോലീസ് ചർച്ചകൾ നടത്തുന്നുണ്ട്. ഒരു തരത്തിലും ഈ പന്തൽ പൊളിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇവിടെ കാത്തുനിൽ നിന്ന CPM പ്രവർത്തകരാണ്. ആശയക്കുഴപ്പം മനസ്സിലാക്കി ഇവിടെ എത്തിയ CPM പ്രവർത്തകരാണ് ഇപ്പോൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഇപ്പോഴും പന്തൽ പൊളിക്കുന്നതിനുള്ള ഒരു ശ്രമം അവിടെ നടക്കുന്നുണ്ടെന്നാൽ പോലീസ് ശക്തമായി തന്നെ ഇടയിൽ നിലയുറപ്പിച്ചിരിക്കുന്നു. വലിയ സംഘർഷമായി ഇത് വളരുകയാണ്. ആം ആദ്മി പ്രവർത്തകരും ശക്തമായി തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നു. ഒരു കാരണവശാലും ഈ പന്തൽ പൊളിക്കില്ല എന്ന നിലപാട് തുടരുകയാണ്. ജീവ മൂന്നാറിലെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങൾക്കറിയാം. അത് പുറത്തു വന്നു വരുന്ന ആളുകൾ നോക്കേണ്ടതില്ല എന്ന് പറഞ്ഞ ജാക്കറ്റിന്റെ വ്യക്തി അടക്കമുള്ള ആളുകളുണ്ടല്ലോ, അവർ ഈ
പെമ്പിളി ഒരുമ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്നവരാണോ, അവരാണോ പുറത്തുനിന്ന് വന്നവരെന്ന് ഗോമതി പറയുന്നത്? ഒരു സംഘം ആളുകൾ ഇവർ ആരാണ് എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. എങ്കിലും ആം ആദ്മി പ്രവർത്തകരും അതോടൊപ്പം തന്നെ ഗോമതിയും ആരോപിക്കുന്നത് ഇത് CPM പ്രവർത്തകരാണ് എന്നാണ്. ഇവിടെ പ്രശ്നമുണ്ടായത് അറിഞ്ഞ് ഓടിയെത്തിയ CPM പ്രവർത്തകരാണ് ഇതിന് പിന്നിൽ എന്ന നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. ആ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്തു. പോലീസ് ഇടപെട്ട് സംസാരിച്ചപ്പോൾ പോലീസിനോടും അങ്ങനെ തന്നെയാണ് ആം ആദ്മി അതോടൊപ്പം തന്നെ പെണ്ണൊരുമയ നിലപാട് സ്വീകരിച്ചത്. എന്തായാലും സംഘർഷം ഇപ്പോഴും തുടരുകയാണ്. പോലീസ് ശക്തമായി ഇടപെട്ടിട്ടും ആളുകളെ നിയന്ത്രിക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ആം ആദ്മി പ്രവർത്തകർ ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന കാര്യം, ഈ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് കടന്നു വന്നതിനിടയിൽ പന്തലിന്റെ ഉടമസ്ഥനുണ്ടായിരുന്നു. അദ്ദേഹം പന്തൽ പൊളിക്കണം, ഇത്രയും ദിവസമായി തനിക്ക് പണം ലഭിച്ചിട്ടില്ല, അതുകൊണ്ട് പന്തൽ താൻ തിരിച്ചെടുക്കുകയാണ് എന്ന നിലപാട് സ്വീകരിച്ചു. ഇതിനെതിരെയും ആം ആദ്മി പ്രവർത്തകർ നിലകൊണ്ട് നാളെ രാവിലെ പണം എത്തിക്കാമെന്ന് അവർ അറിയിച്ചെങ്കിലും പന്തൽ പൊളിക്കണമെന്ന നിലപാടിൽ തന്നെയാണ് പന്തലിന്റെ ഉടമസ്ഥൻ നിൽക്കുന്നത്. അദ്ദേഹത്തിന് CPMന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ മറ്റു പാർട്ടികളുടെ ഭാഗത്തു നിന്നും ശക്തമായ പ്രഷറുണ്ട് എന്ന നിലയിലാണ് പാർട്ടി ആം ആദ്മി പ്രവർത്തകർ അതോടൊപ്പം തന്നെ പെണ്ണൊരുമ പ്രവർത്തകരും പ്രതികരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് പന്തല് തിരിച്ചെടുക്കണമെന്ന നിലപാട് ഉടമസ്ഥ സ്വീകരിച്ചത്. ഇതിന്റെ പേരിലാണ് തുടങ്ങി വെച്ചത് പന്തൽ. സംഭവ സ്ഥലത്ത് കൂടുതൽ ആള് കൂടുന്നുണ്ട്, എന്നാൽ പോലീസുകാർ ഇപ്പോഴും കുറച്ചുപേരെ മാത്രമേ കാണുന്നുള്ളൂ. നിയന്ത്രണാതീതമായ രീതിയിലേക്ക് സംഘർഷം പോകാൻ ഇടയുണ്ടോ ജീവ്? ആളുകൾ പതിയെ കൂടി വരുന്നുണ്ട്. ആദ്യ സമയത്ത് സംഘർഷം ഉണ്ടാകുമ്പോൾ ഏതാനും ആളുകൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതികൾ കൂടുതൽ മാറിയിരിക്കുന്നു. പോലീസ് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം ഒരു സന്നാഹം ആളുകൾ തന്നെ ഇവിടെ എത്തിയിരിക്കുന്നു. ഒരുപക്ഷെ ഇത് ഫലപ്രദമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സമരം പൊളിക്കാൻ ഉള്ള ശ്രമം ആസൂത്രിതമായി നടക്കുന്നു എന്ന സംശയം ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ പെണ്ണൊരുമ പ്രവർത്തകരും അത്തരം നിലപാടുകളിലേക്ക് പോകുന്നു. അല്പസമയം മുൻപാണ് നേരിയ ഒരു ആശയക്കുഴപ്പം ഇരു വിഭാഗങ്ങൾക്കുമിടയിലും ഉണ്ടായത്. TR നീലകണ്ഠനെ ആരോഗ്യം വഷളായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് നീക്കി. തുടർന്ന് ഒരു സ്ത്രീ പ്രതിനിധിയെ അവർ തുടർ സമരങ്ങൾക്കായി നിരാഹാരങ്ങൾക്കായി നിയോഗിക്കുന്നു. എന്നാൽ ഇത്തരത്തിലൊരു നിരാഹാരം ഇനി തുടരേണ്ടതില്ല എന്ന നിലപാടാണ് അപ്പോൾ പെണ്ണൊരുമ നേതാവ് ഗോമതി സ്വീകരിച്ചത്. മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളിലും ഒക്കെ തന്നെ ഈ പെണ്ണൊരുമ സമരം ആം ആദ്മി സ്പോൺസർ ചെയ്യുന്ന സമരം എന്ന നിലയിലേക്ക് പോകുന്നു എന്ന ആക്ഷേപമാണ് അവർ ഉന്നയിച്ചത്. അതിനാൽ നിരാഹാരം കടക്കേണ്ടതില്ല, പിന്തുണ തുടരാമെന്ന നിലപാട് അവർ സ്വീകരിച്ചു. ഇതേ തുടർന്ന് നേരിയ ആശയക്കുഴപ്പമുണ്ടായി. ഇരു വിഭാഗങ്ങളും തമ്മിൽ നേരിയ വാക്കുതർക്കത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. ഇതിനിടയിലാണ് ഒരു വിഭാഗം ആളുകൾ ഇരച്ചു കയറിയത്. ഇവർ പന്തൽ പൊളിക്കണമെന്നും സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾ സമരം നടത്തിക്കോട്ടെ, വേറൊരു ആളുടെയും പിന്തുണ ആവശ്യമില്ല, മൂന്നാറുകാർക്ക് സമരം നടത്താൻ മൂന്നാറിലുള്ളവർക്ക് അറിയാമെന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് പന്തൽ പൊളിക്കാൻ ആരംഭിച്ചത്. രണ്ടു വശങ്ങളിലായി 2 പന്തലുകളാണ് ഉള്ളത്. അത് ഒരുമിച്ചിരുന്ന പന്തൽ രണ്ടാക്കണമെന്ന നിർദ്ദേശം അവർ സ്വീകരിച്ചു. പന്തൽ പൊളിക്കാൻ ഒരു വിഭാഗം ആരംഭിക്കുകയും ചെയ്തു. ഇതാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ഇതിനെതിരെ ശക്തമായി തന്നെ ആം ആദ്മി പ്രവർത്തകരും ഒപ്പം തന്നെ പെണ്ണൊരുമയും നിലപാട് സ്വീകരിച്ചു. ഇത് ഇപ്പോൾ ഈ നിലപാട് സ്വീകരിക്കേണ്ടത് ഒരുമിച്ച് സമരം ചെയ്യണമോ വേണ്ടയോ എന്ന നിലപാട് സ്വീകരിക്കേണ്ടത് പെണ്ണൊരുമ പ്രവർത്തകരും അതോടൊപ്പം തന്നെ ആം ആദ്മിയുമാണ് എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത്. എന്നാൽ സമരം പന്തൽ പൊളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം തന്നെ മറ്റു വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഇതിനിടെ പന്തലിന്റെ ഉടമസ്ഥൻ വന്ന് തനിക്ക് പന്തൽ തിരികെ വേണമെന്ന നിലപാട് സ്വീകരിച്ചു. പണം ലഭിക്കാത്തതിലാണ് ഇത്തരം നിലപാട് സ്വീകരിക്കുന്നത് പറഞ്ഞു പോലീസ് സംഭവത്തിലേക്ക് എത്തി. ഇതിനിടെ ആം ആദ്മി പ്രവർത്തകരും ഇടയ്ക്ക് പ്രശ്നമുണ്ടാക്കാനെത്തിയ ആളുകളും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഇത് CPM പ്രവർത്തകരാണെന്ന നിലപാടിലാണ് പെണ്ണൊരുമ ഉള്ളത്. അവർ ഇത് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ആം ആദ്മിയും അത്തരം നിലപാട് സ്വീകരിച്ചു. ഇരുവരും തമ്മിൽ കയ്യാങ്കളി നടന്നു. ആദ്യഘട്ടത്തിൽ കയ്യാങ്കളിയുടെ വക്കോളം എത്തി. എന്നാൽ പോലീസ് എത്തി ഇരുവരെയും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ഇതൊരു സംഘർഷത്തിൽ കലാശിച്ചു. ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിനിടെ കൂടുതൽ പോലീസ് സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. പോലീസ് എത്തിയാൽ ഈ പ്രശ്നങ്ങൾക്ക് കൂടുതൽ പോലീസ് സംഭവ സ്ഥലത്ത് എത്തിയാൽ ഒരു പക്ഷേ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. വനിതാ പോലീസ് ഉണ്ടായിരുന്നില്ല എന്ന ആരോപണം ആം ആദ്മി പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ നിരാഹാരം ഇരിക്കുന്നത് അവസാനിപ്പിക്കാൻ CPM പ്രവർത്തകർ ശ്രമിക്കുന്നുവെന്ന ആരോപണവും പെണ്ണൊരുമ നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. സംഘർഷം ഏതാണ്ട് അവസാനിച്ച ഘട്ടത്തിൽ കൂടുതൽ പോലീസ് ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടെ ആദ്യഘട്ടത്തിൽ സംഘർഷമുണ്ടാക്കിയ ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. മൂന്നാറത്തെ ഇരു വിഭാഗങ്ങൾക്കുമിടയിൽ സമാധാന ചർച്ച നടത്തിയെങ്കിലും അത് ഒരു സംഘർഷം അവസാനിക്കുന്ന സ്ഥിതിയിലേക്ക് പോകുന്നില്ല. പോലീസിൽ ഉള്ളതിനേക്കാൾ 3 ഇരട്ടിയോളം ആളുകൾ ഇവിടെ പെട്ടെന്ന് സംഘടിക്കുകയും ചെയ്തു. രാത്രിയിൽ വളരെ കുറച്ച് പോലീസ് മാത്രമാണ് ഇവിടെ സുരക്ഷയ്ക്കായി ഉണ്ടാവുക. അത് മനസ്സിലാക്കി തന്നെയാകണം കൂടുതൽ ആളുകൾ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. ഇതോടെ പോലീസിന് ലാത്തി വീശുക അല്ലെങ്കിൽ മറ്റേ രീതിയിൽ ഇവരെ തിരിച്ചുവിടാൻ സാധിക്കാത്ത നിലയുണ്ടായി. പരമാവധി സംഘർഷം ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് പോലീസ് നടത്തിയത്. എന്നാൽ അത് അത്ര കണ്ട് വിജയിച്ചില്ല. വനിതാ പോലീസ് സംഭവ സ്ഥലത്ത് ഇല്ലാതിരുന്നത് സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് പ്രശ്നമായി എന്ന് ആം ആദ്മി പാർട്ടിയും ആരോപിക്കുന്നു. ഇപ്പോൾ കൂടുതൽ പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഒരു വണ്ടി പോലീസ് കൂടെ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവർ പെട്ടെന്ന് ഒരു സുരക്ഷ ഒരുക്കുന്നു. നമുക്കിപ്പോൾ കാണാം സംഘർഷത്തിന് നേരിയ ഒരു അയവ് തന്നെ പറയണം. എന്തായാലും ഒരു അഭിപ്രായ ഭിന്നത അത് മുതലെടുക്കാൻ ഈ വിഭാഗം ശ്രമിച്ചു എന്ന ആരോപണമാണ് ആം
ആം ആദ്മിയും അതോടൊപ്പം തന്നെ പെണ്ണൊരുമയും സ്വീകരിക്കുന്നത് സംഘർഷത്തിന് നേരിയ അയവ് വന്നിട്ടുണ്ട്. ആളുകൾ